മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 പോയിന്റുകളിൽ 53-ാമത്തേത് കുളംബ്സ് ലോ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. രണ്ട് പോയിന്റ് ചാർജസ്, so we can say as Q1 and Q2, they are separated by a distance r apart. Then if they are placed in air, we can write that force of interaction between them as a plus or minus. So plus or minus, that depends upon രണ്ട് ചാർജിൻ്റെ നാച്ചർ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇറ്റ് ഈസ് അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. സോ 4 pi epsilon 0 Q1 Q2 ഡിവിഷൻ ബൈ ആർ സ്ക്വയർ. അതൊരു മീഡിയം എന്നൊരു കൺസെപ്റ്റ് ആണെങ്കിൽ we have to replace that epsilon 0 by epsilon that much into Q1 Q2 by r square. So അവിടെ relative permittivity എന്നൊരു ടേം ഓർക്കുക. The relative permittivity epsilon r is equal to that epsilon by epsilon 0. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. പല കോണ്ടസ്റ്റുകളിലും നമ്മളതിനെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കെ ആയിട്ടും റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് ഓർക്കുക. സോ അവിടെ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് നമ്മുടെ എഫ് മീഡിയത്തിലെ ഫോഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് എഫ് ഇൻ എയർ ബൈ ദാറ്റ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓർ എപ്സിലോൺ ആർ എന്നുള്ള ഷോർട്ട് കട്ട് എപ്പോഴും ഒന്ന് ഓർക്കുക. അവിടെ 1/4 pi epsilon 0, അതിലെ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ് epsilon 0. അതിൽ 8.85 into 10⁻⁻12 SI യൂണിറ്റ് ആണ് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു ക്യാൻ ടേക്ക് ദാറ്റ് take the value that 1/4 pi epsilon 0 as 9 into 10⁻⁹. ഒരു അഡീഷണൽ ആയിട്ടൊരു ഷോർട്ട് കട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം, സി ഈ രണ്ട് ചാർജസും Q1 Q2 തമ്മിൽ എയറിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് r0 ആണ് എന്നിരിക്കട്ടെ. എങ്കിൽ ഈ രണ്ട് സെയിം ചാർജസും തമ്മിൽ മറ്റൊരു മീഡിയത്തിൽ എത്ര ഡിസ്റ്റൻസിലിരുന്നാൽ ദേ ആർ എക്സേർട്ടഡ് വിത്ത് ദ സെയിം ഫോഴ്സ്. സോ വളരെ പ്രധാനപ്പെട്ട കേസ്, ഇഫ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് r0 ഇൻ വാക്വം is the same as the force between the same charges separated by a distance r in a medium. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്. ആ r ഡിസ്റ്റൻസ് we can find to be r0 division by root k. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, ഓർത്തിരിക്കുക. കൂളംബ്സ് ലോ വെക്ടർ ഫോമിലേക്ക് വരുമ്പോൾ അവ തമ്മിലുള്ള പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് സേ r21 ആയിട്ട് എടുക്കുകയാണെങ്കിൽ, അപ്പോൾ Q1 എന്ന് പറയുന്നത് ഒറിജിൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണെങ്കിൽ we can the force on 2 due to 1 that is equal to 1/4 pi epsilon 0 Q1 Q2 division by r21 square with the direction r21 cap. So but keep in mind that f21 should be equal to minus of f12. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അതോടൊപ്പം ഓർക്കുക ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. മറ്റ് ചാർജസിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒരു പർട്ടിക്കുലർ ചാർജിനുള്ളത് കണ്ടുപിടിക്കാൻ വി ഹാവ് ഇറ്റ് ടു യൂസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. ദ ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു ഓൾ അതർ ചാർജസ് വി ക്യാൻ ഫൈൻഡ് ടു ബി ഈക്വൽ ടു ദ ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2 പ്ലസ് ദ ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 3 പ്ലസ് the force on 1 due to 4 plus etc. to the nth contribution. അതിൻ്റെ വെക്ടർ സം എടുത്താൽ you get the resultant 1. We are waiting a special question. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. and see the case. A point charge small q is situated at a distance r from one end of a thin conducting rod of length L and having a charge as a Q that is uniformly distributed. Find the magnitude of electric force between the two. So this is the Q, and see the from this rod
it is at a separation, it is given as say small r. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മുടെ കുളംസ് ലോയുടെ ആപ്ലിക്കേഷൻ പോയിന്റ് ചാർജസിനെ മാത്രമായതുകൊണ്ട് സൂക്ഷിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും. ഇവിടെ തന്നിരിക്കുന്ന എൽ റോഡാണ്. ആ ക്യൂ എന്ന് പറയുന്ന ചാർജ് യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ആ ലെങ്ത് എല്ലിൽ നിന്ന് ആർ സെപ്പറേഷനിലാണ് നമ്മുടെ സ്മോൾ ക്യൂ ചാർജ് ഇരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സ്മോൾ എലിമെൻറ്റ് നമുക്കൊന്ന് ഡിസൈൻ ചെയ്യാം. സോ സ്മോൾ എലിമെൻറ്റ് ഡി എക്സ്, യെസ്. സോ അതിനുള്ള ചാർജ് ഡി ക്യൂ ആണെന്നിരിക്കട്ടെ. അത് നമ്മളുടെ സ്മോൾ ക്യൂവുമായിട്ട് എക്സ് സെപ്പറേഷനിലാണെങ്കിൽ ദ ഫോഴ്സ് ഡ്യൂ ടു ദാറ്റ് സ്മോൾ എലിമെൻറ്റ്, so we can say that is equal to df is equal to 1 by 4 pi epsilon 0, that two charges as q into dq division by the separation square. So that is a very important one. So that is equal to, നമുക്ക് linear density of charge, so we can write as is equal to lambda. നമ്മുടെ whole road എടുക്കുമ്പോൾ we can substitute as a q division by l, so that is equal to നമ്മുടെ small elementന് dq by dx എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ dqന് പകരമായിട്ട് q by l into dx എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് മാറ്റാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് df is equal to 1 by 4 pi epsilon 0 into small q into dqന് പകരമായിട്ട് q by l dx, that division by x square. So അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ we have to integrate. So അവിടുത്തെ ഇൻ്റഗ്രേറ്റിംഗ് ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. So that division by l into integral of that is നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് this much മുതൽ, സോ ഈ ഒരു ക്യൂ ചാർജിൽ നിന്ന് ആർ സെപ്പറേഷൻ തുടങ്ങി ഇത് മുതൽ ഫൈനൽ എൻഡ് ഇതുവരെ. സോ നമുക്ക് ലിമിറ്റ് എന്ന് പറയുന്നത് ആർ തുടങ്ങി ആർ പ്ലസ് എൽ വരെ, ദാറ്റ് മച്ച് ഇൻ ടു, സോ എക്സിനെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് എടുത്താൽ എക്സ് റൈസ് ടു -2d ഇൻറ്റു ഡി എക്സ്. So that is the procedure. ആ ലിമിറ്റ് കിട്ടിയ കാര്യം ഒന്നുകൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. So that is equal to, we have to integrate. So 1 by 4 by epsilon 0 q capital Q by L into, so integral formation എടുക്കുമ്പോൾ you get the value as -1 by x between the limit r to r plus L. So substitute ചെയ്ത് കഴിഞ്ഞാൽ you get the answer as 1 by 4 by epsilon 0 small q capital Q division by s small r into r plus L. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇങ്ങനെ ഇൻ്റഗ്രേഷൻ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓർക്കുക, കുളംസ് ലോസ് ആർ ആപ്ലിക്കബിൾ ഓൺലി ഫോർ പോയിന്റ് ചാർജസ്. ഡിസ്ട്രിബ്യൂട്ടീവ് ചാർജസ് വരുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ഒരു സ്മോൾ ചാർജിനുള്ള സ്മോൾ എലിമെൻറ്റിനുള്ള കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ടോട്ടൽ ഇൻ്റഗ്രേഷൻ നടത്തിയാൽ യു ഗെറ്റ് ദ കൺസെപ്റ്റ്. സോ അതോടൊപ്പം പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ബേസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ്സുകളും ഒന്ന് ശ്രദ്ധയോടെ കണ്ടിരിക്കുക. റിയലി ഗുഡ് ഫോർ അവർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. സോ ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.